പ്രളയത്തിൽ മുങ്ങിയ ഇരാറ്റുപേട്ടയിലെ ദുരിതബാധിതരായ ജനങ്ങൾക്ക് സൗഹൃദ കിച്ചൺ സഹായഹസ്തമാവുകയാണ്. ഭക്ഷണത്തിന് ഒരു നേരം പോലും ബുദ്ധിമുട്ട് അനുഭവിക്കരുതെന്ന ലക്ഷ്യത്തോടെയാണ് നഗരസഭയും പൗരാവലിയും ചേർന്ന് സൗഹൃദ കിച്ചൺ ആരംഭിച്ചത്. നഗരപരിധിയിലെ നിരവധി വീടുകളിൽ വെള്ളം കയറിയതോടെ കുടുംബാംഗങ്ങളെല്ലാവരും ബന്ധുവീടുകളിലോ ക്യാമ്പുകളിലോ ആണ് അഭയം തേടിയിരിക്കുന്നത്. വീടുകൾ വൃത്തിയാക്കി ചെളി നീക്കിയ ശേഷം മാത്രമാണ് ഇവർക്ക് തിരികെ വീടുകളിലെത്താനാവുക. ഈ സാഹചര്യത്തിലാണ് മറ്റ് വീടുകളിൽ കഴിയുന്ന കുടുംബങ്ങൾക്കായി നഗരസഭ സൗഹൃദ കിച്ചൺ തുടങ്ങിയത്. തോട്ടുമുക്കിലെ നേനർപ്പള്ളി കെട്ടിടത്തിലാണ് കിച്ചന്റെ പ്രവർത്തനം. ഏകദേശം 400ഓളം വരുന്ന വീടുകൾ വെള്ളപ്പൊക്ക കെടുതിയിൽപ്പെട്ട് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഒത്തിരി വീടുകളിൽ നിന്നും താമസിച്ചുകൊണ്ടിരുന്നവർ അവിടെ നിന്നും മാറി താമസിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. അവരെല്ലാം തന്നെ അവർക്കൊന്നും ഭക്ഷണമോ മറ്റ് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയും പൗരാവലിയും ചേർന്നുകൊണ്ട് ഇവിടെ ഈ സൗഹൃദ കിച്ചൺ ആരംഭിച്ചത്. ഓരോ നേരവും തയ്യാറാക്കുന്ന ഭക്ഷണം കൗൺസിലർമാരുടെ നേതൃത്വത്തിലാണ് വീടുകളിലേക്ക് എത്തിക്കുന്നത്. ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം എല്ലാവരും ഒത്തുചേർന്നാണ് കിച്ചന്റെ നടത്തിപ്പും. നഗരസഭയുടെ ഫണ്ടിനൊപ്പം ഉദാരമതികളായ ആളുകൾ നൽകുന്ന ഭക്ഷ്യവസ്തുക്കളും കിച്ചന്റെ പ്രവർത്തനത്തിന് മുതൽക്കൂട്ടാകുന്നു. 400ഓളം വീടുകളിലാണ് നഗരസഭാ പരിധിയിൽ വെള്ളം കയറിയത്. മന്ത്രി മോൻസ് ജോസഫും MLA MJ സുഭാഷിനും മുൻ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തെങ്കിലും അടക്കം കിച്ചണിലെത്തി പിന്തുണ അറിയിച്ചു.